അപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ വീണ്ടും യോഗം ചേരാൻ മുസ്ലിം ലീഗ്. പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിലാകും യോഗം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന താല്പര്യമാണ് ലീഗിനുള്ളത്. വി.ഡി. സതീശന് അനുകൂലമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. വി.ഡി. സതീശനെ അല്ല ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഏറ്റവും ഒടുവിലത്തെ ചർച്ചകളിൽ പോലും, അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നേരിട്ട് ലീഗ് നേതൃത്വവുമായി സംസാരിച്ചു, അല്ലെങ്കിൽ ഖർഗെ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ലീഗിന്റെ ഒരു നിലപാടിന്, ലീഗിന്റെ ഒരു അഭിപ്രായത്തിന് ഏറ്റവും ഒടുവിലും പ്രാധാന്യം നൽകിയിരുന്നു. അതിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി ലീഗിന്റെ പേര് പറഞ്ഞും പറയാതെ പറഞ്ഞും ഒക്കെ ഘടകകക്ഷികളാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെയുള്ള വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ലീഗ് എങ്ങനെയാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിന് നോക്കിക്കാണുക? തുടർ നീക്കങ്ങൾ എങ്ങനെയാവും? ഇന്നലെയും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനുള്ള അതൃപ്തി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വീണ്ടും യോഗം ചേരുകയാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഒരാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ ആ തീരുമാനത്തെ സംബന്ധിച്ച പ്രതികരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ വീണ്ടും മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയായി വരികയെങ്കിൽ അതിൽ ഒരു അസ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം തുടക്കം മുതൽ വി.ഡി. സതീശന് വേണ്ടിയായിരുന്നു മുസ്ലിം ലീഗ് നിലകൊള്ളുന്നുണ്ടായിരുന്നത്. ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായി ഫോണിലൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, മറ്റൊരാൾ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അതിലെ പ്രതികരണം അല്ലെങ്കിൽ ആ യോഗം നിർണായകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം വി.ഡി. സതീശനല്ലാതെ കെ.സി. വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെയാണ് വരികയെങ്കിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും വരിക. പക്ഷേ ആ തീരുമാനത്തെ പിന്തുണയ്ക്കാതിരിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും നിലവില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ജി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നത് ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദം മൂലമാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റു വിമർശനങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഘടകകക്ഷികളുടെ തീരുമാനത്തെ, താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു തീരുമാനം വരികയാണെങ്കിൽ അതിന് ഏത് രീതിയിലായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നേതൃയോഗം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേരുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ വി.ഡി. സതീശന് എതിരായിട്ടാണ് തീരുമാനം വരുന്നത് എങ്കിൽ അതിനെതിരെ ഉണ്ടാവുന്ന പ്രതികരണം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായത്. കാരണം ലീഗ് അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണമെന്ന താല്പര്യമാണ് ഉള്ളത്. അതിനുവേണ്ടി അവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തീരുമാനം വി.ഡി. സതീശന് അനുകൂലമാകണമെന്നൊരു പ്രതീക്ഷയും താല്പര്യമൊക്കെ ഇപ്പോഴും ലീഗ് നേതൃത്വം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അവർ യോഗം ചേരാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഏത് പേരിലേക്കാണ് കോൺഗ്രസ് എത്തുക എന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ലീഗിലില്ലാത്തതിനാൽ തന്നെ ആ യോഗം നിർണായകമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ തീരുമാനം എടുക്കാനുള്ള പ്രോസസ്സ് മുൻപ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പോയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിരുന്നു കോൺഗ്രസിന്. കാരണം ഭൂരിപക്ഷം ആർക്കാണ്, MLA-മാരുടെ പിന്തുണ ആർക്കാണെന്നതായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു മാനദണ്ഡമായി എടുത്തിരുന്നെങ്കിൽ ഇവിടെ മറ്റ് ചില ഘടകങ്ങൾ കൂടി, ഘടകകക്ഷികളുടെ അഭിപ്രായവും ഒപ്പം പൊതുവികാരം, അങ്ങനെ പല ഘടകങ്ങൾ കൂടി വരുന്നുണ്ട്. അതൊരു പുതിയ കീഴ്വഴക്കമായിരിക്കും. ആ കീഴ്വഴക്കം മാറുമ്പോൾ, അങ്ങനെ മാറിയാൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ലീഗ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ തന്നെ ലീഗിനുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അഥവാ വി.ഡി. സതീശൻ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്നതും വരും മണിക്കൂറുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇനിയുള്ള എല്ലാ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നിർണായകമായ പ്രഖ്യാപനമാണ്. കേവലം ഒരു പേര് പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം തുടർ പ്രതികരണങ്ങളിലൊക്കെയും സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ഈ കേരളം കാത്തിരിക്കുന്നത്. അതിന്റെ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഇനി ഉള്ളൂ എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.